തൃശൂരിൽ പിടിമുറുക്കുകയാണ് അവയവ കച്ചവട മാഫിയ. മുല്ലശ്ശേരി പഞ്ചായത്തിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 7 പേർ നിയമവിരുദ്ധ അവയവദാനത്തിന് ഇരകളായതായി പോലീസിനും ആരോഗ്യമന്ത്രിക്കും സാന്ത്വനം സംഘടന നൽകിയ പരാതിയിലുണ്ട്. സംസ്ഥാന വ്യാപക അന്വേഷണം വേണമെന്ന പോലീസ് റിപ്പോർട്ടും അവഗണിക്കപ്പെട്ടു. തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിൽ 7 പേരാണ് മാഫിയയുടെ കെണിയിൽ വീണതെന്നാണ് പരാതി. അവയവദാനത്തിൽ സ്ത്രീകളാണ് പ്രധാന ഇടനിലക്കാരെന്ന് മുല്ലശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബു പറഞ്ഞു. പോലീസിന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും സ്വാന്തനം സംഘടന വ്യക്തമാക്കുന്നു. സ്ത്രീകളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ഈ മേഖലയിൽ ഈ മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രമല്ല, ഈ തീരദേശ മേഖലയിലുള്ള ആ പ്രദേശത്തൊക്കെ തന്നെ ആ സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ ഒരു മുതലെടുക്കുകയും ചെയ്യുന്നത്. ഈ പരാതി അന്വേഷിക്കാൻ ഗവൺമെൻറ് നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥർ അവരെ പരിമിതിക്കനുസരിച്ച് എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. അവർ പറയണത് സ്റ്റേറ്റ് ലെവല് ഒരു പ്രത്യേക ടീം തന്നെ അന്വേഷിച്ചാലോ ഇതിലെ വേണ്ട കാര്യങ്ങൾ നടക്കും. വൃക്കദാനം ചെയ്തവരിൽ 5 സ്ത്രീകളുണ്ട്. സംഭവത്തിൽ ഇടനിലക്കാരെ പിടികൂടണമെന്നതാണ് പ്രധാന ആവശ്യം. ആദ്യഘട്ടത്തിൽ പണം കടം നൽകി പിന്നീട് തിരിച്ചു നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവയവദാനത്തിന് നിർബന്ധിതരാവുന്ന സാഹചര്യമുണ്ടെന്നും പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് സ്വാന്തനം സംഘടന. റിപ്പോർട്ടർ, തൃശൂർ.